ബ്രേക്ക് ചവിട്ടിയ പോലായി. ഇനിയിപ്പോൾ 3 വെയിറ്റിങ്ങളാണ്. ഫസ്റ്റ് പാട്ടും ഡാൻസും ഇതാ പാട്ടൊന്നും മതി, പടം കയറും, 100ന് മേലെ കയറും, അത് സംശയം വേണ്ട. പടം കൊള്ളാം, പക്ഷേ ക്ലൈമാക്സ് എനിക്ക് അങ്ങോട്ട് ഇതായില്ല. കാരണം നല്ല ഗസ്റ്റ് റോളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ആരെങ്കിലും ലാസ്റ്റ് ക്ലൈമാക്സിൽ വന്ന് നല്ലൊരു ടെയിലൻഡ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. ടെയിലൻഡ് ഉണ്ടായിരുന്നു, പക്ഷേ കൺഫ്യൂഷനാണ്. പടത്തിൻ്റെ ഫസ്റ്റ് സീനും ലാസ്റ്റ് സീനും ഭയങ്കര കൺഫ്യൂഷനാണ്. അതിൻ്റെ തേർഡ് പാർട്ടിലായിരിക്കും അത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലു അർജുൻ്റെ അഭിനയം കേട്ടോ. ഇതിനകത്തൊരു പാട്ടുണ്ട്, പുള്ളി സാരിയൊക്കെ കൊടുത്ത് ചെയ്യുന്നൊരു സംഭവമുണ്ട്. എൻ്റെ പോലെ പുള്ളി അല്ല, അല്ലു അർജുൻ അല്ല, വേറൊരു ക്യാരക്ടറായിട്ട് മാറിയിട്ടാണ് ചെയ്തത്. പിന്നെ ലാസ്റ്റിലത്തെ സ്റ്റണ്ട് അതും അടിപൊളിയാണ്, പടം അടിപൊളിയാണ്. ഫഹദ് ഫാസിൽ കൊള്ളാം, കോമഡി ഉണ്ട്, മാസുണ്ട്, എല്ലാം ഉണ്ട്. പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിൽ എല്ലാം പക്കയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ടാണ്. പുഷ്പ 2 ഞാൻ കണ്ടത് എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഇതിന് ഒരുപാട് പേര് നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ചില പ്രശ്നങ്ങൾ ഞാൻ എടുത്തു പറയുന്നുണ്ട്. കാരണം ഇതിന് ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ തോന്നുന്നുണ്ട്. ഇത് ലോജിക്കിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ കാലഘട്ടം കാണിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അല്ലാണ്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ വളരെ നല്ല മാസ് സിനിമ തന്നെയാണ്. മാസും ക്ലാസും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിനിമയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തേക്കുന്ന ഫഹദ് ഫാസിലാണ്. ഇതിന് അല്ലു അർജുൻ ഫഹദ് ഫാസിലിൻ്റെ മുമ്പിൽ ചില സമയത്ത് ഇടറിപ്പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത്ര നല്ല പെർഫോമൻസ് ആണ് ഫഹദ് ഫാസിൽ, ഒരു രക്ഷയില്ല. ഇത്രയും നല്ലൊരു നടൻ മലയാളത്തിൽ ഉണ്ടായത് തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് അഭിമാനമാണ്. ഇത്രയും നല്ലൊരു നടൻ, കാരണം ഭയങ്കര കഴിവാണ് ഈ പുള്ളി. ഓരോ ഡിഫറൻറ്റ് റോളുകൾ നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, സാധിക്കും. അത്ര നല്ല മികച്ച രീതിയിലാണ് ഈ സിനിമയിൽ ഈ പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അല്ലു അർജുൻ അദ്ദേഹം നല്ലപോലെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയില്ല. ഈ സിനിമ എന്തായാലും ഒരു 600 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുക. അതുപോലെ മാസും ക്ലാസും അതുപോലെ തന്നെ ഇതിൻ്റെ BGM ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. കളർഫുൾ ക്യാമറ ആണെങ്കിലും നല്ല രസമുണ്ട്. ഈ സിനിമ എന്തായാലും ഒരു 600 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. നല്ല സിനിമയാണ്. പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ ഡയറക്ടർ ഒന്ന് ശ്രദ്ധിക്കേണ്ട. കാരണം ഇനി 3 വരാൻ പോവുകയാണ്. ആ 3 വരുമ്പോഴെങ്കിലും പുള്ളിക്ക് കാലഘട്ടം കാണിക്കുമ്പോൾ കുറച്ച് ആ രജിസ്റ്ററിങ്ങിൽ ഈ പറഞ്ഞ ക്രൗഡാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഈ സിനിമ ഒരു 600 കോടിക്ക് കളക്ട് ചെയ്യും, അത് ഉറപ്പാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക, നല്ല സിനിമയാണ്, എനിക്കിഷ്ടപ്പെട്ടു. 1ാം ഭാഗമാണോ 2ാം ഭാഗമാണോ ഏറ്റവും നന്നായിട്ട് തോന്നിയത്? എനിക്ക് 1ാം ഭാഗമാണ് നന്നായിട്ട് തോന്നിയത്. കാരണം ഏത് സിനിമയാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ബാഹുബലി കണ്ടിട്ടുണ്ട്, സെക്കൻഡ് നമ്മൾ എവിടെയാണ്. അതുപോലെ തന്നെ KGF അതിൻ്റെ സെക്കൻഡ് എവിടെയാണ്. ഏത് സിനിമയാണെങ്കിലും ഫസ്റ്റിനോളം സെക്കൻഡ് വരില്ല. കാരണം അല്ലെന്നുണ്ടെങ്കിൽ കഥ ഡിഫറൻറ്റ് മാറിപ്പോകും. കഥ വേറെ രീതിയിലേക്ക് മാറ്റിയെങ്കിൽ അങ്ങനെ പോകും. അങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ വേൾഡ് സിനിമകൾ എടുക്കുന്ന പോലെ ബോണ്ട് പോലത്തെ സീരിയസ് സിനിമകളൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഈ സിനിമ എന്തായാലും അത് കഥയിൽ നിന്ന് മാറിക്കഴിഞ്ഞ് സിനിമയുടെ ആ ഒരു ടോണും ആ എക്സ്പെക്റ്റേഷനൊക്കെ മാറിപ്പോകും. ആ സിനിമ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പുഷ്പ എന്തായാലും ഫസ്റ്റിനോളം വരില്ലെന്നുള്ളത് ഉറപ്പാണ്, അത് ഞാൻ പറയാം. പിന്നെ 3 അതിന് വെയിറ്റിംഗ് ആണ്. കുറച്ച് കഥയൊക്കെ മാറ്റി, കുറച്ച് സീനൊക്കെ മാറ്റി വേറെ രീതിയിൽ എടുത്താൽ 3 വളരെ മികച്ച സിനിമയാകും. കാരണം ഇതിൻ്റെ ക്യാമറ ചെയ്തേക്കുന്ന നല്ല രസമുണ്ട്, അടിപൊളിയാണ്. നല്ല കളർഫുള്ളൊരു സിനിമയാണ്. അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത് സൂപ്പറാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭഗത് ഫാസിലിൻ്റെ അഭിനയം തന്നെയാണ് ഞാൻ തീർത്തും പറയുന്നത്. അദ്ദേഹത്തിനോളം വരില്ല വേറെ ആരും. അല്ലു അർജുനൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് പുള്ളിയുടെ കൂടെ ചെയ്ത് കയറി പോകാൻ. അത്രയും ആ റേഞ്ച് കിട്ടണില്ല. കാരണം ഈ വേറെ എങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ആക്ടിങ് എപ്പോഴും നമ്മളൊരു ആക്ടർ എപ്പോഴും നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഒരു ആക്ടിങ് രീതി എന്ന് പറയുന്നത്. നമ്മൾ ഇന്നൊരു സിനിമ കണ്ടു, അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ കാണുമ്പോൾ അത് വേറൊരു ക്യാരക്ടറാണ്, അതാണ് സിനിമ. അല്ലാണ്ട് ഇന്ന് കണ്ട അതേ സാധനം തന്നെ അടുത്ത സിനിമയിൽ കാണുമ്പോൾ നമുക്ക് ആ ഒരു ആക്ടറിനോട് നമുക്ക് സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് നമുക്കൊരു വെറുപ്പുണ്ട്. പക്ഷേ ഈ ഫഹദ് ഫാസിലിനോട് നമുക്ക് അങ്ങനെ സാധനം വർക്ക് ചെയ്യാം. ഏത് ഭാഷയിൽ ചെന്നാലും ഇപ്പം തന്നെ പുള്ളി ഇനിയിപ്പം ബോളിവുഡിലേക്ക് പോകാം.